ഇപ്പോൾ നടത്തുന്ന ഈ തെരച്ചിൽ ഈ സ്ഥലത്ത് നേരത്തെ നാവി ഒരു അടയാളപ്പെടുത്തിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഓല് നോക്കണത്. ഇപ്പോഴാണ് നമ്മളെ ആളുകൾ പറഞ്ഞത് നോക്കണത്. അതായത് മണ്ണ് അവിടെ ഉള്ളത് ഇനിയിപ്പോലും ഇവിടെ അവിടെ പറഞ്ഞ സ്ഥലത്തൊന്നും തപ്പട്ടെ. ഇത് നമ്മളതല്ല. ഇത് ടാറ്റ കമ്പനിന്റെ കുമ്മിൻസിന്റെ എഞ്ചിനാണ്. മിക്കവാറും ഇപ്പൊ ഇന്നലെ കിട്ടിയ വണ്ടിന്റെ അതായിരിക്കും. ആ ഇപ്പോൾ നമുക്കൊരു ലഭിച്ച നമ്മുടെ വാഹനത്തിന്റെ നല്ല അതെ 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 കുറച്ചുകൂടി നമ്മൾ ഇന്നലെ കണ്ട അങ്ങോട്ടേക്ക് ഉള്ളത് പറയുന്നുണ്ട്. അതാണ് സൈത്തെ അവർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവർ ഈ മുങ്ങൽ വിദഗ്ധർ ഇദ്ദേഹമാണ് ഇപ്പോൾ ആ യന്ത്രം ഇവിടെ നിന്നും പുറത്തേക്കെടുത്ത അദ്ദേഹം നടത്തിയ തിരച്ചിലാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അവരിപ്പോൾ ഈ ലോറിയുടെ മനാഫുമായും അതുപോലെ തന്നെ കുടുംബവുമായി സംസാരിക്കുന്നു. അവർ നമ്മുടെ വണ്ടിയുടെ അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വെള്ള ഭാരത് ബെൻസ്, ആ ഭാരത് ബെൻസ് ആണ് കണ്ടെത്തേണ്ടത്. അത് വലിയ തോതിൽ കേടുപാട് സംഭവിക്കാതെ ഈ പുഴയുടെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്ന ഒരു വിശ്വാസം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് നേവിയും അതുപോലെ തന്നെ റിട്ടയർഡ് മേജർ ഡോക്ടർ ഇന്ദ്രപാൽ അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അത് വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈ ലോറി, ടാങ്കർ ലോറി ഇത്തരത്തിൽ വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിരിക്കുന്നു. പല കഷ്ണങ്ങളായി അത് ചിന്നിച്ചിതറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ ഈ എഞ്ചിൻ കൂടി പുറത്തേക്ക് എത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ. എന്നാലും ഇപ്പോൾ അവർ കൃത്യമായ വിവരങ്ങൾ അവർക്ക് പങ്കുവെക്കുകയാണ്. നമ്മുടെ ലോറിയുടെ അടയാളമാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. വെള്ള ഭാരത് ബെൻസ് 15 ടണ്ണോളം ഭാരമുള്ള ആ ഭാരത് ബെൻസിൽ തടി കഷ്ണങ്ങളാണ് നമ്മൾ ഇന്നലെ കാണിച്ച ദൃശ്യം. അതുപോലത്തെ പീസ് ആയിട്ടുള്ള തടി കഷ്ണങ്ങളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതും അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ കയറൊക്കെ നേരത്തെ ഇതേ സ്ഥലത്ത് നമ്മളിപ്പോൾ ഈ ഇഞ്ചിൻ ലഭിച്ചതിന് തൊട്ടടുത്തായാണ് അത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ എഞ്ചിൻ മുകളിലേക്ക് എടുത്ത ആ മുങ്ങൽ വിദഗ്ധനാണ്. അദ്ദേഹമാണ് അല്പസമയം മുമ്പ് താഴെ നിന്നും എഞ്ചിൻ ഇതിലേക്ക് JCBയിലേക്ക് കയറ് കെട്ടി മുകളിലേക്ക് എത്തിച്ചത്. അവർ വീണ്ടും തെരച്ചിൽ തുടരും. ആ തെരച്ചിൽ ഇനി മണ്ണ് നീക്കിയുള്ള അർജുൻ ലോറിക്കായുള്ള തെരച്ചിലാണ്. അത് തുടരും. എന്തായാലും ആ ദൃശ്യം തന്നെയാണ് നമുക്ക് കാണുന്നത്. കൃത്യമായി മനാഫ് അത് വിശദീകരിച്ചു കൊടുക്കും. നമുക്ക് ആ ശബ്ദം കൂടി കേൾക്കാം. तो मिट्टी से वो पकड़ा था पूरा पत्थर है ना, वो पत्थर निकालने के लिए हम आपको लेके आए. पत्थर निकालो. चेक किया मॉर्निंग में 8:30 बजे. हाँ तो पत्थर निकालेगा तो आ जाएगा ना. वो साइड में ड्रेसिंग करो. पत्थर निकालेगा तो 10 फीट पत्थर निकालना पड़ेगा नीचे. 3-4 मीटर निकालना पड़ेगा. 3 से 4 10 से ऊपर निकालेगा तो गाड़ी उधर. आप उधर देखो पहला. जी അല്ല, അവർക്ക് ഇപ്പോഴാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇവരാണല്ലോ ഇപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ. ഇത് ആരും പറഞ്ഞു കൊടുക്കാൻ പോലും ഇവിടെ ഇല്ലേനും. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇപ്പൊ എന്താവണത്. അല്ല, നമ്മൾ അവിടെ 4 കയറുണ്ടല്ലോ, അവിടെ ഒന്ന് പരിശോധിക്കണമല്ലോ. മെയിൻ ആ 4 കയറും കൂടി കൂട്ടിക്കെട്ടിയതാണ് ഇപ്പൊ ആ ബോയ. ഈ 4 കയറിന്റെ എഡ്ജ് പിടിച്ച് അടിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കാണാൻ കഴിയുന്നത് കല്ലും മണ്ണുമാണ്. അതിന്റെ അടിയിലേക്ക് കയറുണ്ട്. അപ്പൊ അത് മാന്തണം. മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോറിക്ക് അതെ അങ്ങനെ എത്താൻ പറ്റും. നമ്മുടെ ലോറിയുടെ ഒരു അടയാളം വെള്ള കളർ ഭാരത് ബെൻസ്. അതിന്റെ അടിയിൽ നമ്മൾ പുതുതായിട്ട് പെയിന്റ് ചെയ്ത ബ്ലാക്ക് കളർ പെയിന്റാ. അടയാളങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതെ നിങ്ങളിപ്പോ കാണുന്ന ഒക്കെ റെഡ് കളർ അല്ലേ? നമ്മളെ വണ്ടിയല്ലല്ലോ. നമ്മളെ വണ്ടി വേഗം കണ്ടാൽ നമ്മുടെ വണ്ടിയുടെ കയറും അതുപോലെ തന്നെ തടി കഷ്ണവും ആ വാട്ടർ ഒരു വസ്തുവും ഇത്രയും സാധനങ്ങൾ ജാക്കി. പിന്നെ മരങ്ങൾ ഇപ്പോൾ അത് അവിടുന്ന് കിട്ടാൻ തുടങ്ങി. നമ്മളിപ്പോൾ മരങ്ങളൊക്കെ അവിടെ കയറ്റിയിട്ടുണ്ട്. മരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മരം ചിലപ്പോൾ ഒഴുകിയിട്ട് അവിടെ പോയി ആയതാണോ എന്നുള്ളത് പറയാൻ പറ്റൂല. പിന്നെ വണ്ടി ഇവിടെ ആണ് ചെക്ക് ചെയ്യേണ്ടത്. വലിയ ദൂരമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ലോറിയിലേക്ക് എത്താൻ കഴിയുന്ന പ്രതീക്ഷ. തീർച്ചയായിട്ടും പണി എന്താന്ന് അങ്ങനെ സ്ലോയിലാ പണി നടക്കണം എന്നുള്ള ഒരു ഇത്. നിലവിലൊരു മഴയുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ഇല്ല, ഈ മഴ ഒരു തരത്തിലും ബാധിക്കില്ല. സൈത് അതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഏതായാലും പ്രതികൂലം അല്ല ഈ തെരച്ചിലിൽ നിന്നാണ്. അത് കൃത്യമായ അടയാളം അവർക്ക് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യം കൂടി ഒന്നും കൂടി കാണാം. ആ മാർക്ക് ചെയ്ത നേവിയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധനയിൽ മാർക്ക് ചെയ്ത സ്ഥലം, അത് നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ഈ സ്ഥലം ഇവിടെയാണ് ആ ലോറി ഉള്ളത്. അതാണ് കൃത്യമായി നേവി മാർക്ക് ചെയ്ത ആ പോയിന്റ്. അതാണ് അവിടെയാണ് ലോറി വലിയ തോതിൽ മണ്ണിനടിയിൽ ചെളിയിനടിയിൽ പുണ്ട് കിടക്കുന്നത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് സമീപ പ്രദേശത്തെ മണ്ണുകളൊക്കെ നീക്കി
വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ജോലി ചെയ്യാൻ. കാരണം ഏതെങ്കിലും തരത്തിൽ JCBയുടെ ആ ഡ്രഡ്ജറിന്റെ ഈ യന്ത്രഭാഗം കൊണ്ട് അത് തകരുന്ന നിലയിലേക്ക് ആവരുത്. അത് അത്രയും സൂക്ഷ്മതയോടുകൂടി പുറത്തെടുക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് വളരെ ദൂരത്ത് മീറ്ററുകൾക്കപ്പുറം ഈ മണ്ണ് നീക്കി മുന്നോട്ട് വരുന്നത്. എന്നാലും സമയം തീരെയില്ല. നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് അവസാന ദൌത്യമെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണുന്ന ഈ പോയിന്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമുക്കിപ്പോൾ ക്യാമറ പാൻ ചെയ്താൽ ഡ്രഡ്ജറുള്ള ആ സ്ഥലം ഇത്രയും ദൂരം എനിക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ആ ഭാഗങ്ങളിലെ മണ്ണുകൾ മുഴുവൻ നീക്കം ചെയ്ത് പിന്നീടാണ് ഈ മുങ്ങൽ വിദഗ്ധർ കൃത്യമായി ഈ ലോറി കൃത്യമായി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എന്നാലും ഈ സ്ഥലത്ത് ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ പരിശോധനയിലൊക്കെ സോണാർ പരിശോധനയിലൊക്കെ കണ്ടെത്തിയതാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ ലഭിച്ച ആ എഞ്ചിൻ നമ്മുടെ അർജുന്റെ ലോറിയുടേതല്ല, അത് ടാങ്കർ ലോറിയുടേതാണ്. ഇന്നലെ കിട്ടിയ ആ ലോറിയുടെ തന്നെ പല ഭാഗങ്ങളാണ് ഇവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. സജിത്തെ, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അവിടുത്തെ ഈ പരിശോധന അത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതുവരെയും അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടുകിട്ടിയില്ല. പക്ഷേ ദൗത്യസംഘത്തെ സംബന്ധിച്ച് എല്ലാം പ്രധാനമാണ്. അവിടെ 3 പേരാണ് മിസ്സിങ്, നിരവധി വാഹനങ്ങൾ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇത്തരത്തിലേക്ക് പോകും. എന്തായാലും അർജുന്റെ വാഹനം ഭാരത് ബൻസ് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അത് കണ്ടെത്തണമെങ്കിൽ അല്പം ഡ്രഡ്ജിങ് ആയിട്ട് നടക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന പോയിന്റിലാണ് പരിശോധന നടക്കുന്നത്. അവിടേക്ക് മണ്ണ് മാറ്റിയെത്തും എന്നതാണ് നമുക്ക് കരുതാനാവുന്നത്. ബൈജു, ഈ ഡ്രഡ്ജിങ് നടപടികൾ എങ്ങനെയാണ്? ഇത് മണ്ണ് മാറ്റണമെങ്കിൽ എത്ര അധികം വെള്ളം താഴത്തേക്ക് ചെന്നാലാണ് ഈ മണ്ണ് മാറ്റൽ നടപടികൾ നടക്കുന്നത്? അതിന്റെ ഒരു പ്രോസസ് അത് എത്ര കണ്ട് ക്ലേശകരമാണ് ആ ദൗത്യം? സഹിത 5 മീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ ഈ ഡ്രഡ്ജറിന്റെ ഈ യന്ത്രക്കൈ ഉള്ളത്. 5 മീറ്റർ താഴ്ച വരെ എത്തി ഈ മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. അത് വൈകിട്ടേക്ക് ആകുമ്പോഴേക്കും 4 മണിയോടുകൂടി ആക്കുമ്പോഴേക്കും വേലിയിറക്ക സമയമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇതുപോലെ ആയിരിക്കില്ല. വെള്ളം വീണ്ടും കുറയും. ആ സമയത്ത് കൂടുതൽ ആഴങ്ങളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് തന്നെ മണ്ണ് നീക്കി ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നേരത്തെ നടത്തിയ പരിശോധനയിലൊക്കെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ വലിയ തുക 1 കോടിയോളം രൂപ വാടകയ്ക്ക് 10 ദിവസത്തേക്കായി യന്ത്രം ഇവിടെ എത്തിച്ചതും അവസാന ഘട്ടമെന്ന നിലയിൽ തെരച്ചിൽ നടത്തുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മീറ്റർ വരെ ആഴത്തിൽ ആ യന്ത്രക്കൈ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാൻ പറ്റും. ഇന്ന് കാണുന്ന നമുക്ക് ഇവരുടെ ഒരു പ്രവൃത്തി ഇവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്ത് അരികിലേക്ക് മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ പോയിന്റിലേക്ക് എത്തിയാൽ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആണ് ഈ ലോറിയുടെ സാന്നിധ്യമുള്ളത്. പക്ഷേ അതിന് സമീപത്തായുള്ള മണ്ണുകളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. കാരണം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന നിലയിലാണ് ഈ ലോറി ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഭാഗം പോലും നമുക്ക് പുറത്ത് കാര്യമായി ലഭിക്കാത്തത്. നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുതന്നെയാണ്. വലിയ തോതിൽ അപകടം ഈ ലോറിക്ക് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന ഒരു നിഗമനവും അതുകൊണ്ടാണ് പുറത്തുവരുന്നത്. പിന്നീട് അത് നമ്മളിപ്പോൾ കണ്ട ടാങ്കർ ലോറിയുടെ ഒരു ചേസ് പോലെ ഒരു ബലം അത്ര ഭാരത് ബെൻസ് എന്ന കമ്പനിയുടേതാണ്. വലിയ വില പിടിച്ച ആ വാഹനം, വലിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വാഹനം, അത് അത്ര പെട്ടെന്ന് ഇതുപോലെ ചിഹ്നഭിന്നമാകില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നതും. ശരി, അതാണ് സാഹചര്യം. എന്തായാലും തിരച്ചിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ